ഹലോ മച്ചാണ് മച്ചുസോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഞങ്ങൾ വീട്ടിലാണല്ലേ. ഇവിടെ 10 മണി ചെടി നടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ പഴയ ടയറൊക്കെ കൊണ്ടുവച്ചാണ്ട് ഒരു സംഗതി ഉണ്ടാക്കിനി. അത് ഉണ്ടാക്കുന്നതും പിന്നെ അതിൽ നല്ല പൂവൊക്കെ വന്നിട്ടുണ്ട്. ഒരു 2-3 മാസമായി ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ അതിൽ ആ പൂത്ത് നിൽക്കുന്ന എല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് മുന്നേ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇതൊക്കെ ശിവാനി ഇതെൻ്റെ കൂട്ടത്തിലുണ്ട്. ഒരു പോക്കിരിച്ചിയാണ് കേട്ടോ ഇവള്. അപ്പോൾ ഞങ്ങൾ ആ 10 മണി ചെടി ഉണ്ടായി പൂത്ത് നിൽക്കുന്ന ആ സംഗതികളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം.
സംഭവം എന്താ പൂത്ത് നിൽക്കുന്ന ഇതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ ആരും കണ്ടോ? ഞാനിപ്പോൾ കാണുക ഇത് പൂക്കുന്നുള്ളത്. പിന്നെ ഇവിടെ 10 മണി ചെടി കാണിക്കുന്നതിന് മുന്നേ ചെയ്തതിന് വീഡിയോ ആണ്. ഇതാ ഇവിടെ പുല്ലുമല. കാണാത്തവരുണ്ട് വെച്ചാൽ ഇത് ഇവിടെ ലിങ്ക് ഇതിൻ്റെ മുകളിൽ കൊടുക്കുക. അപ്പോൾ കയറി കാണണം. ഇവിടെ കാണിക്കാൻ വേണ്ടിയാണ്ട് ഒന്നും കൂടെ ചെയ്തിനി. അതാണ് അവിടെ ഈ കാണുന്നത്. ഇതാണല്ലേ, മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇത് ചെയ്താൽ എങ്ങനെയാണെന്ന് കാണാത്തവരുണ്ട് വെച്ചാൽ എന്തായാലും ഒന്ന് കയറി കാണണേ. അപ്പം ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞ് വിചാരിക്കുന്നത്. ഇത് കണ്ടല്ലേ, നിറയെ പൂക്കളായിട്ട് നല്ല സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇവിടെ പുല്ലുമല, ഈ ഭാഗത്ത് ഇതൊക്കെയാണ് പൂവിൻ്റെ മല. കണ്ടല്ലേ, ഇത് പച്ചച്ചാണകം കലക്കി പാർന്നു കൊടുത്താൽ നല്ല പൂക്കളുണ്ടാവും കേട്ടോ. ഇങ്ങനെ തിക്കിൽ പൂക്കളുണ്ടായി വരും ചുറ്റുഭാഗം. പിന്നെ നല്ല വെയിലും വേണം ഇതിന്. മഴക്കാലം ആകുമ്പോഴാണ് ഇതിന് പ്രശ്നം. മഴക്കാലം ആകുമ്പോൾ മൊത്തം പോയിക്കാടും. അപ്പം മഴ കൊള്ളാത്തടത്തേക്ക് എടുത്ത് വെക്കണം. ഇപ്പം ഇതിൽ എത്രയാ 4 കളേഴ്സാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ കുഴിച്ചിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറൈറ്റി കളറുകൾ നമ്മൾ പിടിപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ഈ സൈഡിലേക്ക് കുറച്ച് വെയിൽ കുറവായതുകൊണ്ട് അവിടേക്ക് കുറച്ച് പൂവ് കുറവാണ്. നല്ല വെയിലുള്ളതുകൊണ്ട് ഈ ഭാഗത്ത് നല്ല പൂ കിട്ടുന്നു. അല്ല, നല്ല വലിപ്പമുണ്ട് പൂക്കൾക്ക്. ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഇതൊക്കെ ഈ സൈഡിൽ ഇതാ ഇവിടെ ഇതിനെന്താ ഒരു വയലറ്റ് കളറ് കുഴിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അയിമെന്ന് ഇതിലേക്ക് മാറ്റി നടണം. അല്ലേ, ഈ കളേഴ്സൊക്കെ നമുക്ക് അതിലേക്ക് വെക്കാനുള്ള ഇതൊക്കെ റെഡിയാക്കുന്ന അമ്മയാട്ടോ. സാധനങ്ങൾ ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളൂ. ഒക്കെ വൈകുന്നേരം രാവിലെയൊക്കെ നനയ്ക്കണ അമ്മയാണ്. അപ്പോൾ ഇങ്ങനത്തെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെച്ചാൽ അതുകൊണ്ട് നമ്മളിങ്ങനെ തട്ടാക്കി ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ പിടിപ്പിച്ചാൽ മതി. വളം അങ്ങനെ കൂടുതൽ കൊടുക്കണം എന്നൊന്നുമില്ല. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. വേറെ ഒന്നും ഇടണമെന്നില്ല. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല പൂ കിട്ടുള്ളൂ. ഇതൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്തും കുറച്ച് അമ്മ കുഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ അടിപൊളി ചെടികളുണ്ട് കേട്ടോ. ഈ അമ്മയും കൂടെ ഇതാ ഇത് കണ്ടില്ലേ, ഇതൊരു വെറൈറ്റി സംഭവം. ഇത് ആകെ ഒരു ചെറിയ കഷ്ണം അമ്മ എവിടുന്നോ കൊണ്ടുവന്നുകാണ്ട് കുഴിച്ചിട്ടാ. അപ്പോൾ അത് പിടിച്ചിട്ടുള്ളൂ. ഇതുമ്മലൊക്കെ നിറച്ച് പൂക്കളുണ്ട്. എന്താ ഇതിലൊരു ചുവപ്പ് കളറുണ്ട്. അത് നല്ലൊരു പിന്നെ ഇതൊക്കെ അവിടെ ഇതവിടെ കുറച്ച് കുഴിച്ചിട്ടുണ്ട്. അതിലൊരു പൂ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതാ ഈ ഭാഗത്ത് ഇതാ ചെറിയ ചട്ടിയിൽ വേസ്റ്റായി കിടക്കണ ചട്ടിയൊക്കെ എടുത്തുണ്ടെന്ന് കണ്ട് അതിലൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കി. കേടെടുത്തണ്ട കേട്ടോ ശിവ. അതൊന്നു ഇജ്ജ് ഉണ്ടാക്കിയതാ? ഏത് ഏത് ഇവിടെയുണ്ട് കുറച്ച്. ഇതെല്ലാം കൂടെ ഒരു ഏരിയയിലേക്ക് ആക്കി കാണിച്ചാൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും. ഇതൊക്കെ ഈ സൈഡിലും ഞാൻ കുറച്ച് ഒരു ടയറിൽ കുഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ടയറിൽ കുഴിച്ചിട്ടിട്ട് ഞാൻ കെട്ടി തൂക്കിക്കാണ്. ഒരു കമ്പ് ഇങ്ങനെ 2 മരത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിലങ്ങ് വെച്ച് കെട്ടിക്കാണ്ട്. ഇതിവിടെ കുറച്ച് പൂക്കൾ കുറവാട്ടോ. വല്ലാതെ വെയിലില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നല്ല വെയിലുള്ളവർക്ക് വേണം ഇത് കുഴിച്ചിടാൻ. എന്നാലേ നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ മച്ചുവിൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവരും നമ്മുടെ പൂമലയൊക്കെ കണ്ടിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണം. ആ ബെല്ലൈക്കണും കൂടെ കൊടുത്തിട്ട് ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണേ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.